കോഴിക്കോട് നിന്ന് കുട്ടൻ ചേരുന്നു. കുട്ടൻ, കോഴിക്കോട് നമ്മൾ കണ്ടതാണ് വളരെ ശക്തമായ ഒരു മത്സരം. എളമരം കരീം എന്ന് പറയുന്ന CPM-ൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് അതിശക്തമായ ഒരു മത്സരം തന്നെ കോഴിക്കോട്ട് കാഴ്ചവെച്ചു. ഈ അവസാന നിമിഷം ഇനി ഒരു രാത്രി കൂടിയേ ഉള്ളൂ ഫലമറിയാൻ. എങ്കിലും കുട്ടൻ, എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം മനസ്സിലാവുന്നത്? ഷമി, കഴിഞ്ഞ 3 തവണയായി UDF വിജയിച്ചു വരികയായിരുന്നു കോഴിക്കോട് മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ ഇത്തവണ എന്ത് വില കൊടുത്തും മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള അതിതീവ്രമായ ശ്രമങ്ങളായിരുന്നു LDF നടത്തിയിരുന്നത്. പ്രധാനമായും സ്ഥാനാർത്ഥിയിലൂടെ തന്നെ. എളമരം കരീം നമുക്കറിയാം, രാജ്യസഭയിലെ വളരെ മികച്ച പ്രവർത്തനം നടത്തിയ MP ആണ് എളമരം കരീം. കേന്ദ്ര സർക്കാരിന്റെ വർഗീയ നയങ്ങൾക്കെതിരെ, അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് നയങ്ങൾക്കെതിരെയൊക്കെ ശക്തമായ പ്രതികരണങ്ങൾ രാജ്യസഭയിൽ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവാണ്. തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാവ് കൂടിയാണ്. അത്തരത്തിൽ വളരെ സീനിയറായ, വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ രംഗത്തിറക്കിക്കൊണ്ടാണ് LDF ഇത്തവണ കോഴിക്കോട് മണ്ഡലം തിരിച്ചുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതിന്റെ എല്ലാ അലൂലികളും, അതിന്റെ എല്ലാ ആവേശവും തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും കാണാമായിരുന്നു. കോഴിക്കോടിന്റെ ഒരു പൊതു ചിത്രം എന്നുള്ളത്, പൊതു രാഷ്ട്രീയ ചിത്രം എന്നുള്ളത് പൊതുവിൽ LDF വലിയ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ്. ഇവിടെയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ, കൊടുവള്ളി ഒഴികെയുള്ള ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും LDF വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്ന മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ജനകീയ പിന്തുണ LDF വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷമായി MK രാഘവൻ, കോൺഗ്രസ് നേതാവ് MK രാഘവൻ ഇവിടെ MP ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ തീർച്ചയായിട്ടും ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒറ്റേറെയുള്ള ഒരു മണ്ഡലമാണ്. പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ള വിഷയങ്ങളിൽ CPM എടുത്ത നിലപാടുകൾ, അതിശക്തമായ നിലപാടുകൾ, കോൺഗ്രസ് പലപ്പോഴും ആ വിഷയത്തിലൊക്കെ പതറി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് രാജ്യമെങ്ങും കാണാൻ കഴിഞ്ഞത്. എന്നാൽ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് എമ്പാടും കാണാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു പ്രതിഫലനമൊക്കെ കോഴിക്കോട് അടക്കമുള്ള അങ്ങ് വടക്കോട്ടുള്ള മേഖലകളിൽ കാണാൻ കഴിയുമോ? ഷമി സൂചിപ്പിച്ച പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ മികച്ച നേതൃത്വം നൽകിയത് എളമരം കരീം തന്നെയായിരുന്നു. അത് രാജ്യസഭക്കകത്തായാലും പുറത്തായാലും. ഇപ്പോൾ കോഴിക്കോടായിരുന്നു ഏറ്റവും ആദ്യം ഇത് ഈ പൗരത്വ നിയമ ഭേദഗതി ആയാലും, അതോടൊപ്പം തന്നെ പലസ്തീൻ ഐക്യദാർഢ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഐക്യദാർഢ്യ സമ്മേളനങ്ങളൊക്കെ നടന്നത് കോഴിക്കോട് ജില്ലയിലായിരുന്നു. ഇവിടെ എളമരം കരീമിന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഈ പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്നത്. തെരഞ്ഞെടുപ്പ് അവസാനിക്കാൻ കാത്തിരുന്നെന്നും CPIM പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു. മുമ്പ് പോളിംഗ് കഴിഞ്ഞതോടെ റോഡ് ടാക്സും 5% ഉയർത്തിയിരുന്നു. ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെ മറ്റെല്ലാത്തിന്റെയും വില ഗണ്യമായി വർദ്ധിക്കാൻ ഇത് കാരണമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങളിൽ വിലക്കയറ്റത്തെപ്പറ്റി ഒരക്ഷരം പോലും മിണ്ടാത്ത മോദിയും BJP നേതാക്കളും പാൽവില വർദ്ധിപ്പിച്ച കമ്പനികളുടെ നടപടിക്കെതിരെയും കൈരളി ന്യൂസ്, ദില്ലി. തന്നെ പലസ്തീൻ അടക്കമുള്ള വിഷയങ്ങളിൽ ശക്തമായി ഇടതുപക്ഷത്തിന്റെ ശബ്ദം രാജ്യസഭയിൽ അവതരിപ്പിക്കാനും ഒപ്പം തന്നെ ഈ രാജ്യത്തുടനീളം ഇടതുപക്ഷത്തിന്റെ ശബ്ദം മുഴക്കാനും കഴിഞ്ഞ നേതാവാണ് എളമരം കരീം. അതിന്റെ ഒരു ആനുകൂല്യം അദ്ദേഹത്തിന് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഇടതുപക്ഷം വെച്ചു പുലർത്തുന്നു.